ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 8th Feb സൺഡേ. ഇന്നാണ് 3rd എഡിഷൻ ഓഫ് കൊച്ചി നേവി സൈക്ലത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. 2 കാറ്റഗറീസ് ആണുള്ളത്, 75 കിലോമീറ്റർ ആൻഡ് 40 കിലോമീറ്റർ. ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 40 കിലോമീറ്ററിലാണ്. ഏർലി മോർണിംഗ് ഒരു 4:30ക്കാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തമ്മനത്തുനിന്ന് ഒരു 4 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് പോകേണ്ടത്. അവിടുത്തെ KV പോർട്ട് ട്രസ്റ്റ് ഗ്രൗണ്ടിലാണ് ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഗൈസ്, 2 ദിവസത്തെ ഈ ട്രാഫിക് ഏറിയ റോഡിലൂടെ ഞാൻ ട്രാവൽ ചെയ്തിട്ട് ഇന്നാണ് എനിക്ക് ആ കൊച്ചിയുടെ ആ സൈലൻസ് അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡൊക്കെ എനിക്ക് ഈ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ പനമ്പിള്ളി നഗറിലൂടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ MG റോഡ് പിടിച്ചിട്ട് നേരെ പഴയ NH വില്ലിംഗ്ടണിലേക്ക് പോകാനാണ് പ്ലാൻ. റൈറ്റ് സൈഡ് കാണുന്നത് കൊച്ചി മാരത്തോണിൽ കോമ്പീറ്റ് ചെയ്യുന്ന റണ്ണേഴ്സാണ്. സോ അവർക്ക് നമ്മളൊരു ഓൾ ദ ബെസ്റ്റും കൊടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വിട്ടു. ഫൈനലി ഒരു 4:37 ആയപ്പോഴേക്കും നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി നമ്മുടെ സൈക്കിളിൽ നമുക്ക് ബിബ് ടൈ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രവേശനമുള്ളൂ. ഗൈസ്, എൻ്റെ ഒരു 1 ഇയറോളമുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഈ നേവി സൈക്ലത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് മൈ ഡ്രീംസ് കംസ് ട്രൂ. എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിലെ ഏറ്റവും വലിയൊരു ഇവൻ്റ് ആണെന്ന്. എനിവേ, ഞാനിത് ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഫുൾ എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാം ഗൈസ്. Become better and bigger with every year. നല്ലൊരു എനർജറ്റിക് സൂംബ വാമപ്പിന് ശേഷം 75 കിലോമീറ്റർ റൈഡ് ചെയ്യാൻ പോകുന്ന സൈക്ലിസ്റ്റുകളെയാണ് എൻ്റെ പുറകിൽ ഇപ്പോൾ കാണുന്നത്. ഫ്ലാഗ് ഓഫിന് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അങ്ങനെ 75 കിലോമീറ്റർ ഫ്ലാഗ് ഓഫിന് ശേഷം സെക്കൻഡ് കാറ്റഗറി ആയ 40 കിലോമീറ്റർ റൈഡിനുള്ള സൈക്ലിസ്റ്റുകളെല്ലാം ഒരു എനർജറ്റിക് സൂംബ വാമപ്പിനായി തയ്യാറെടുക്കുകയാണ്. ആറ് മണി ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് നമ്മുടെ 40 കിലോമീറ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ 40 കിലോമീറ്റർ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. നമ്മൾ 10 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ബാലൻസ് നമുക്കിനി ഒരു 30 കിലോമീറ്റർ ആണുള്ളത്. ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹൈഡ്രേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ടായിരുന്നത്.
ഇവിടെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, അതുപോലെ വാട്ടർ എല്ലാം നമുക്ക് റീഫിൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ബനാനയും അതുപോലെ ഓറഞ്ച് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 20 കിലോമീറ്ററിന് ശേഷം നമ്മൾ ഇവിടുന്ന് യു ടേൺ എടുത്ത് നേരെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. സമയം 7:30 ആയിട്ടുണ്ട്. സോ നമ്മൾ ഒരു 30 കിലോമീറ്റർ കവർ ചെയ്തു. നമ്മുടെ സെക്കൻഡ് റിഫ്രഷ്മെൻറ്റ് പോയിൻ്റാണ് ഡിക്കാത്ലോൺ വൈറ്റ്. സെക്കൻഡ് ഹൈഡ്രേഷൻ പോയിൻ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ്. അങ്ങനെ 8 മണിക്ക് നമ്മൾ ഫിനിഷ് പോയിന്റിലെത്തി. ഫൈനലി അവർ 40 കിലോമീറ്റർ കംപ്ലീറ്റഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഡൽ. ആൻഡ് നമുക്ക് ഡിക്കാത്ലോൺ 200 ഓഫ് കൂപ്പൺ തന്നിട്ടുണ്ട്. എനർജി റീഫിൽ ചെയ്യാനായിട്ട് നമ്മൾ ഫുഡ് കൗണ്ടർ എത്തിയിട്ടുണ്ട്. നമ്മുടെ 40 കിലോമീറ്റർ കഴിഞ്ഞ് നല്ല ടേസ്റ്റി ഭക്ഷണം കഴിക്കുകയാണ്. അത് ടേസ്റ്റി ഉണ്ട്. ആൻഡ് ഓൾസോ നിറയെ വിഭവങ്ങൾ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചി നേവി സൈക്ലോത്തോൺ. Hope you guys enjoyed it. Don't forget to subscribe and let me know what you think in the comments. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 9th. ഇന്നലെ ആയിരുന്നു നമ്മുടെ കൊച്ചി നേവി സൈക്ലോത്തോൺ. ആൻഡ് ഇന്നലെ നമ്മൾ കുറേ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സ് നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നലെ വളരെ മനസ്സ് നിറഞ്ഞ് എൻജോയ് ചെയ്ത് നമ്മളിപ്പോൾ തിരിച്ച് പാലക്കാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇതേ പരിപാടിയിൽ വീണ്ടും പങ്കെടുക്കണം എന്നുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും പങ്കെടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെ കൊച്ചിയോട് നമ്മൾ വിട പറഞ്ഞ് ആലുവ എത്തി. തൃശ്ശൂരിലുള്ള റൈഡേഴ്സും കൊച്ചിയിലുള്ള റൈഡേഴ്സും സ്ഥിരമായി ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ എനിക്ക് ഇന്നാണ് ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഞാനും ഇന്ന് നല്ലൊരു കിടിലൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്.